ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ വളരെ ചുരുക്കി, ഇപ്പോൾ K2യിൽ ഇപ്പോൾ PK ബിജു അടക്കമുള്ള CPM സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവർക്ക് തുടരാനാകുമോ എന്നതിലൊക്കെ ഇനി ഗവർണർ ഒരു തീരുമാനം എടുക്കും. നിങ്ങളുടെ നീക്കം എന്താകും? ആയിക്കോട്ടെ, ഫെഡറലിസം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ശക്തമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. സംസ്ഥാനത്തിന് അധികാരമുള്ള നിയമനിർമ്മാണ അധികാരമുള്ള മേഖലയിൽ ഏതു തരത്തിലും കേന്ദ്രമോ കേന്ദ്ര ഏജൻസിയോ കേന്ദ്ര പ്രതിനിധിയോ ഇടപെട്ടാൽ ഏറ്റവും നിയമപരമായിട്ടുള്ള പോരാട്ടവും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടവും ഞങ്ങൾ നടത്തും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സാമ്പത്തിക ഫെഡറലിസം തകർത്തപ്പോഴും ഗവർണർ ബില്ലുകൾക്ക് മേൽ അടയിരുന്നപ്പോഴും ഞങ്ങൾ സുപ്രീം കോടതി പോയത്. ആ കേസെല്ലാം വലിയ വിജയത്തിലേക്ക് തന്നെ പോയി. കേരളത്തിന് ഗുണം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയത് നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പരിഹരിക്കാൻ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഫെഡറലിസം സംരക്ഷിക്കാൻ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാനുള്ള ഏത് നീക്കത്തെയും ഞങ്ങൾ ചെറുക്കും. അതിനുവേണ്ടി നിയമപരമായും രാഷ്ട്രീയപരമായിട്ടും പോരാടും. അതുകൊണ്ട് ഈ വിധികൾ ഇപ്പോൾ വീണ്ടും അസന്റ് കിട്ടാൻ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും നിയമ പോരാട്ടം നടത്താനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകും. കാരണം ഇതെല്ലാം സംസ്ഥാന വിഷയമാണ്. ഈ ഭരണഘടനയാണ് വലുത്. ഭരണഘടനയിൽ സംസ്ഥാന അധികാരം കൃത്യമായി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, കേന്ദ്ര അധികാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ആ കൺകറന്റ് ലിസ്റ്റിലുള്ളതിലും സംസ്ഥാനത്തിലുള്ള പദവി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും, അതിൽ സംശയമില്ല. Debate with Smriti Parithikad.